നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു AC ഫിറ്റ്നസ് സെന്റർ. ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ്. നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി. LDF ചെറുതുരുത്തി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. ചെറുതുരുത്തി സിറ്റി കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചാണ് K രാധാകൃഷ്ണന്റെ വിജയത്തിനായി കൺവെൻഷൻ സംഘടിപ്പിച്ചത്. ആലത്തൂർ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണന്റെ വിജയത്തിനായുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ചെറുതുരുത്തി സിറ്റി കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് LDF ചെറുതുരുത്തി ലോക്കൽ കമ്മിറ്റിയുടെ കൺവെൻഷൻ സംഘടിപ്പിച്ചത്. LDF തൃശൂർ ജില്ലാ കൺവീനർ KV അബ്ദുൽ ഖാദർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസിന് ഒരു പരാതിയില്ല. നേരത്തെ 100 രൂപ ടാക്സ് പിരിച്ചു കൊടുത്താൽ നമുക്ക് 4 രൂപ കിട്ടുമായിരുന്നു വിഹിതം സ്റ്റേറ്റിന്, കേരളത്തിന്. ഇന്ന് അത് കുറച്ച് 100 രൂപ പിരിച്ചാൽ നമുക്ക് കിട്ടുന്നത് 1 രൂപ സംതിങ് ആണ്. ഇത് നീതിയാണോ? അനീതിപൂർവമായ ഈ കാര്യത്തെ ചോദ്യം ചെയ്യുമ്പോൾ സതീശൻ എന്ന കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് എന്താ പറയുന്നത്? അവർ പറയുന്നതാണ് ശരി. ആര് പറയുന്നത്? കേന്ദ്ര ഗവൺമെന്റ് പറയുന്നതാണ് ശരി. നിങ്ങളുടെ കണക്ക് ശരിയല്ല. ആ വിദഗ്ധവാദത്തെയാണ് സുപ്രീം കോടതി മുഖമടച്ച് പ്രഹരിച്ചത്. കേരളത്തിന് കൊടുക്കണം എന്ന് സുപ്രീം കോടതി പറഞ്ഞല്ലോ. നമ്മുടെ സംസ്ഥാനത്തെ ശ്വാസം മുട്ടിക്കുന്നു. പക്ഷേ ഇതൊക്കെയാണെങ്കിലും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ വിദ്യാഭ്യാസത്തിൽ 1-ാം സ്ഥാനം കേരളം, ആരോഗ്യ പരിപാലനം 1-ാം സ്ഥാനം കേരളം, ക്രമസമാധാനം 1-ാം സ്ഥാനം കേരളം, ശിശു വിദ്യാഭ്യാസം അവിടെയും നമുക്കാണ്. പ്രസവ സമയത്തെ സ്ത്രീകളുടെ കുട്ടികളുടെ മരണം 0 നിരക്ക് കേരളത്തിലാണ്. ഉത്തർപ്രദേശിൽ, ബീഹാറിൽ, ഗുജറാത്തിൽ ഒക്കെ ഇപ്പോഴും പ്രസവ സമയത്ത് 1000-ൽ ചില്ലാനും സ്ത്രീകളും കുട്ടികളും നിരക്കാണ് ഞാൻ പറയുന്നത് മരണപ്പെടുന്നു. കേരളം ആരോഗ്യരംഗത്ത് പോയ ഉണ്ടാക്കിയ മുന്നേറ്റമാണ്. ജനതാദൾ നേതാവ് JP കേശവൻ അധ്യക്ഷത വഹിച്ചു. പട്ടികജാതി പട്ടികവർഗ കോർപ്പറേഷൻ ചെയർമാൻ UR പ്രദീപ് മുഖ്യപ്രഭാഷണം നടത്തി. BJP എന്നൊരു രാഷ്ട്രീയ പാർട്ടി അപ്പുറത്ത് നിൽക്കുന്ന കോൺഗ്രസും നല്ലപോലെ നുണപ്രചരണങ്ങളുമായി എങ്ങനെ ആളുകളുടെ മനസ്സ് മാറ്റി അത് വോട്ടാക്കി മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ള തീവ്ര ശ്രമത്തിലാണ് ഈ കൂട്ടം രംഗത്തുണ്ടാവുക. എന്നാൽ ഇവിടെ ജനത്തെ നമ്മൾ ചിന്തിക്കുന്നത്, ഒരു സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവന്നാൽ ആ സർക്കാർ എങ്ങനെ ആവണം, സാധാരണക്കാരുടെ ജീവിതം എങ്ങനെ മാറ്റിയെടുക്കണം, ആ സാധാരണക്കാരൻ കഴിഞ്ഞ 10 വർഷം എങ്ങനെയായിരുന്നു ഇന്ത്യ രാജ്യത്തിനകത്ത് ജീവിച്ച്, ഒരുപക്ഷെ കേരളത്തിനകത്ത് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ അല്പം ചെറിയ പ്രയാസം ഉണ്ടാവും. ഞാനത് അങ്ങനെ പറഞ്ഞത്, രാജ്യത്തിന്റെ പൊതുചിത്രം എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് കേരളം സാധാരണക്കാരന്റെ ജീവിതം വ്യത്യസ്തമാണ്. അപ്പോൾ ആ സാധാരണക്കാരന്റെ അസ്ഥി വലിയ തോതിൽ അങ്ങനെ കൊണ്ടിട്ടില്ല. എന്നാൽ ഈ സംസ്ഥാനത്തിന്റെ പുറത്ത് ഇന്ന് രാജ്യത്തെ പാവപ്പെട്ട ആളുകളും സാധാരണക്കാരൻ എങ്ങനെ ജീവിക്കുന്നു, നാളെ കേരളത്തിൽ ഇത് വരാൻ സാധ്യതയുണ്ട്. LDF ചെയർമാൻ ഷെയ്ഖ് അബ്ദുൽ ഖാദർ, മറ്റു നേതാക്കളായ KM യൂസഫ്, മൊയ്തീൻകുട്ടി, P നിർമ്മലാദേവി, KR ഗിരീഷ്, T സുബ്രഹ്മണ്യൻ, CP ഹരിദാസ്, KP അനിൽ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. റൈറ്റ് ന്യൂസ് ചെറുതുരുത്തി.